പെരുവണ്ണാമത്തെ വിശേഷങ്ങളിലാണ് ജയറാമും പാർവതിയും തമ്മിലുള്ള പ്രണയം ആരംഭിക്കുന്നത്. ദിലീപ് എൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായി വരുന്നത് പൂക്കാലം വരവായി എന്ന് പറയുന്ന പടം ഷൂട്ടിംഗ് നടക്കുമ്പോൾ പാർവതിയും ജയറാമും തമ്മിലുള്ള പ്രണയം പാർവതിയുടെ അമ്മയ്ക്കും വീട്ടുകാർക്കും ഒന്നും ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അവിടെ നിന്ന് ദിലീപ് ബാഗായിട്ട് തിരിച്ച് നടക്കുമ്പോൾ എനിക്ക് അവിടെ നിന്ന് കാണാൻ ഇങ്ങനെ തിരിച്ചു പോകുന്ന ദിലീപിൻ്റെ ആ ഒരു വിഷ്വൽ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി. നോക്കുമ്പോൾ എന്തോ ഒരു യുദ്ധം കഴിഞ്ഞൊരവസ്ഥയിലാണ്. ഈ പ്രിയൻ്റെ ഷർട്ടൊക്കെ ബട്ടനൊക്കെ പൊട്ടും എന്താ ചെയ്തിട്ടുണ്ട്. ലാലിങ്ങനെ ഷർട്ടൊക്കെ ഊരിയിട്ട് ബെഡിലിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഞാനും പ്രിയനും കൂടി ഒരു അടിയണമെന്നാണെന്ന് പറഞ്ഞു. ഇവിടെ അമ്മ റിസപ്ഷനിൽ നിന്നിട്ട് ഇറങ്ങി വന്നതും എന്നെയും ജയറാമിൻ്റെയും ഭയങ്കര ചീത്തവിളിയെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെ പോയി കിടക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ഇവിടെ ഷൂട്ടിംഗ് അല്ലേ നടക്കുന്നത്, പ്രേമമാണോ നടക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ ഒരു ഉച്ചയായി കഴിഞ്ഞപ്പോൾ ഒരു 10-12 മണിയായി കഴിഞ്ഞിട്ട് ദിലീപ് വെട്ടി വേർത്തൊരു ബാഗൊക്കെ ആയിട്ട് കയറി വരികയാണ്. അപ്പോൾ എന്നെ വന്നിട്ട് സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞ് ഇന്നലെ വരാനല്ലേ പറഞ്ഞത്, പിന്നെ എന്നെ വിശ്വാസമില്ലെങ്കിൽ ജയറാമിനെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മോളെ അഭിനയിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ടെന്ന് എന്ന് അമ്മയോട് ചോദിക്കേണ്ടി വന്നു. സിനിമയിലെ കഥകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചോളം കാക്കോത്തിക്കാവൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ തന്നെ അറിയപ്പെടാൻ തുടങ്ങി. അത് വലിയൊരു അനുഗ്രഹമാണ്. പിന്നീട് എൻ്റെ ഒരു ചലച്ചിത്ര ജീവിതത്തിൻ്റെ ഒരു സെക്കൻഡ് ഘട്ടം എന്ന് പറയുന്നത് പെരുവണ്ണാമത്തെ വിശേഷങ്ങൾ മുതലാണ്. അതിനു മുമ്പ് ഓർക്കാപ്പുറത്തുണ്ടായിരുന്നു. ഓർക്കാപ്പുറത്തും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമയായിരുന്നു. മോഹൻലാലും നെടുമുടി വേണുവും കൂടിയും അച്ഛനും മകനുമായിട്ട് അഭിനയിച്ച സിനിമ. രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ തിരക്കഥാകൃത്തിൻ്റെയൊക്കെ തുടക്കം ആ സിനിമയിലൂടെയാണ്. രഞ്ജിത്തിൻ്റെ കഥയായിരുന്നു ഓർക്കാപ്പുറത്ത്. ഷിബു ചക്രവർത്തിയാണ് അതിന് സ്ക്രിപ്റ്റ് എഴുതിയത്. ഒരു ആംഗ്ലോ ഇന്ത്യൻ ജീവിത പശ്ചാത്തലത്തിൽ വന്നൊരു സിനിമയാണ്. ഇപ്പോഴും യങ്സ്റ്റേഴ്സൊക്കെ പലരും പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കാപ്പുറത്തിൻ്റെ സെക്കൻഡ് പാർട്ട് എടുത്തുകൂടെ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. കാരണം ഫ്രെഡി നിക്കോളസ് എന്ന് പറയുന്ന ആ കഥാപാത്രങ്ങൾ അത്രമാത്രം യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് വരെയും അത് വളരെ പരിചിതമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ആലോചിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോൾ നെടുമുടി വേണു നമ്മളോടൊപ്പം ഇല്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പെരുവണ്ണാമത്തെ വിശേഷങ്ങൾ മുതൽ വേറൊരു രീതിയിലുള്ള സിനിമ ആണ് പിന്നീട് ഞാൻ കുറേ ചെയ്തത്. അത് കുറച്ച് ഹ്യൂമറും ഒക്കെ ഉള്ള സിനിമകൾ, ഒപ്പം ഗ്രാമീണ ജീവിതത്തിൻ്റെ കുറേ കാരിക്കേച്ചർ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ ഒക്കെ ആയിട്ടുള്ള സിനിമകൾ വന്നു. പെരുവണ്ണാമത്തെ വിശേഷങ്ങൾ, അതിനെ തുടർന്ന് പ്രാദേശിക വാർത്തകൾ, ഈ സിനിമകളിലൊക്കെ ജയറാം നായകനായിട്ട് വന്ന സിനിമകളാണ്. പിന്നീട് കുറേ സിനിമകളിൽ ജയറാം എൻ്റെ കൂടെ നായകനായിട്ട് അഭിനയിച്ചു. പെരുവണ്ണാമത്തെ വിശേഷങ്ങളിലാണ് ജയറാമും പാർവതിയും തമ്മിലുള്ള പ്രണയം ആരംഭിക്കുന്നത്. പിന്നീട് അവരുടെ ജീവിതം അവരൊരുമിച്ച് ജീവിക്കുന്നു. പാർവതി ജയറാം പ്രണയ ജോഡികൾ ആ കാലത്ത് വളരെയധികം പോപ്പുലറായിരുന്നു. പെരുവണ്ണാമത്തെ വിശേഷങ്ങളിൽ അവർ പ്രണയം ആരംഭിച്ചു. അതിന് തുടർച്ചയായിട്ട് പ്രാദേശിക വാർത്തകളിൽ വന്നപ്പോൾ അത് കുറച്ചും കൂടി ദൃഢപ്പെട്ടു. പിന്നീട് പാവം രാജകുമാരനിൽ പാർവതി ഉണ്ടായിരുന്നില്ല, അതിൽ ജയറാം ഉണ്ടായിരുന്നു. പിന്നെ ശുഭയാത്ര എന്ന് പറയുന്ന പടം വന്നപ്പോൾ ജയറാമും പാർവതിയും കൂടി വീണ്ടും ബോംബെയിൽ അവരുടെ പ്രണയവും ഞങ്ങളുടെ സിനിമാ ഷൂട്ടിങ്ങും എല്ലാം കൂടി ഒരുമിച്ച് പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് രസകരമായ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ട് പാർവതിയും ജയറാമും തമ്മിലുള്ള പ്രണയം പാർവതിയുടെ അമ്മയ്ക്കും വീട്ടുകാർക്കും ഒന്നും ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ ഏറ്റവും തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശുഭയാത്ര ബോംബെയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ബോംബെയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അന്ന് ലാൽ ജോസ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രാദേശിക വാർത്തകൾ മുതൽ ലാൽ ജോസ് ഉണ്ട്. സൂര്യൻ കുരിശ്ശേരിയും സലീം പടിയത്തും ലാൽ ജോസും അവർ 3 പേരാണ് അസിസ്റ്റൻസ്. ജയറാമും പാർവതി പിന്നെ ജഗദീഷ് സിദ്ദീഖ് തുടങ്ങിയിട്ടുള്ളവരൊക്കെ ബോംബെയിൽ ഷൂട്ടിങ്ങിലുണ്ട്. ഇന്നസെൻറ്റ്, ലളിത ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ ജയറാം പാർവതി തമ്മിൽ തനിയുള്ള കുറേ സീനുകളുണ്ട്, സോങ് ഒക്കെ എടുക്കാനുണ്ട്. അപ്പം ഞങ്ങൾ എന്നും രാവിലെ ഒരു ഓംനി വാനുണ്ട്. ഓംനി വാനിൽ ക്യാമറയൊക്കെ കയറ്റിയിട്ട് ആർട്ടിസ്റ്റിനെ കയറ്റിയിട്ട് വേറൊരു കാറും ഉണ്ടാവും, അത്രയും ഉണ്ടാവാറില്ല. എന്നിട്ട് ഇങ്ങനെ ബോംബെ സിറ്റി കൂടി പോവുക, സിറ്റിയുടെ അകത്തുള്ള കുറേ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ജയറാമിൻ്റെ പാർവതിയുടെ അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ജയറാമും പാർവതിയും കൂടി ഒരുമിച്ച് പോകുന്നു, ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, അവരുടെ പ്രണയം കൂടുതൽ മുറുകും എന്നൊക്കെ വെച്ചിട്ട് അമ്മയ്ക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. അപ്പോൾ എന്നോട് ആദ്യം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റില്ല, 2 വണ്ടിയിൽ കൊണ്ടുപോയാൽ മതി. ഞാൻ പറഞ്ഞാൽ അതൊന്നും പ്രായോഗികമല്ല. ബോംബെ പോലൊരു നഗരത്തിൽ നമ്മൾ 2 വണ്ടിയിൽ വന്ന് വണ്ടി എങ്ങാനും മിസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈലൊന്നും ഇല്ലാത്ത കാലമല്ലേ, അവരെയൊക്കെ പിന്നെ പിടിക്കുക ഒരുമിച്ച് ഉണ്ടാകുന്ന വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അവരൊരുമിച്ച് ഞങ്ങളുടെ കൂടെ തന്നെ യാത്ര ചെയ്യുമെന്ന് പറയുന്നു. അപ്പം ഞാനും സാലു ജോർജാണ് അതിൻ്റെ ക്യാമറ, ജയറാമുണ്ട്, പാർവതിയുണ്ട്. ഇവർ 2 പേരും കൂടി വണ്ടിയിൽ, പിന്നെ ക്യാമറയുടെ ക്രൂ 2 പേരും. അത്രയും പേര് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വണ്ടിയിൽ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അമ്മയെ വേറൊരു കാറിൽ കയറ്റും. അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഒരു ദിവസം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ കാറ് മിസ്സായിപ്പോയി. ഞങ്ങളുമായിട്ട്
കണക്ഷൻ പോയി. രാത്രി ഞങ്ങൾ ഡേ സീൻ കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയും കുറച്ച് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രാത്രിയും ഷൂട്ടിംഗ് കഴിയുമ്പോൾ ജയറാമും പാർവതിയും കൂടി ഒരുമിച്ചാണെന്നുള്ള ടെൻഷനിൽ അമ്മ, പാർവതി തിരിച്ച് വന്നിട്ടുമില്ല. അവർ തിരിച്ച് കുറേ നേരമൊക്കെ കറങ്ങിയിട്ട് പിന്നെ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നു. ഹോട്ടലിൽ റിസപ്ഷനിൽ വന്നിട്ട് ഞങ്ങൾ വരാൻ വേണ്ടി അക്ഷമയായിട്ട് കാത്തിരിക്കുക അമ്മ. ഞങ്ങളൊരു 9:30-10 മണി ആയിട്ടുണ്ടാവും ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ. അമ്മ റിസപ്ഷനിൽ നിന്നിട്ട് ഇറങ്ങി വന്നത് എന്നെയും ജയറാമിനെയും ഭയങ്കര ചീത്ത വിളിയെന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെ പോയി കിടക്കണം, ഇങ്ങനെയാണ് ഇവിടെ ഷൂട്ടിംഗ് അല്ലേ നടക്കുന്നത്, പ്രേമമാണോ നടക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങനെ ഇറിറ്റേഷനുണ്ടായി. ഞാൻ അമ്മയോട് പറഞ്ഞു, നിങ്ങളെന്താ വിചാരിച്ചത്, നിങ്ങളുടെ മകളെ അഭിനയിപ്പിക്കാൻ വിട്ടതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ പ്രണയം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമില്ല. ഞങ്ങളുടെ കഥാപാത്രങ്ങൾ തമ്മിൽ പ്രണയം ഉണ്ടാവും, അത് സിനിമയിലെ അകത്തുള്ളതാണ്. അല്ലാണ്ട് സിനിമയ്ക്ക് പുറത്ത് ഇവരെന്താണെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നില്ല. ഞങ്ങളുടെ ഷൂട്ടിംഗ് സമയത്ത് അവർ രണ്ടുപേരും ആർട്ടിസ്റ്റുകളാണ്. ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നത്. പിന്നെ എന്നെ വിശ്വാസമില്ലെങ്കിൽ, ജയറാമിനെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മോളെ അഭിനയിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ടെന്ന് എന്ന് അമ്മയോട് ചോദിക്കേണ്ടി വന്നു. അപ്പോൾ അമ്മയ്ക്ക് അന്ന് അത്രയും എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾ വേറെ ഒന്നുമല്ല, ഇവരെന്തായാലും ഭയങ്കര എന്താ പറയുക അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന ആർട്ടിസ്റ്റുകളാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നം അതിന് ഇവരെ പ്രേമം കൊണ്ട് ഉണ്ടായിട്ടില്ല. എനിക്കോ അതിൻ്റെ പ്രൊഡ്യൂസർക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇവരൊരുമിച്ച് കല്യാണം കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അതിനുശേഷം കുറേ കാലത്തിന് ശേഷം ഒരിക്കൽ ജയറാമിൻ്റെ ചെന്നൈയിലെ വീട്ടിൽ ഒരു ഓണത്തിന് ജയറാം എന്നെ ഊണ് കഴിക്കാനായിട്ട് ക്ഷണിച്ചു. അന്ന് ഞാൻ വീട്ടിൽ ചെന്നു. വാതിൽ തുറന്നത് പാർവതിയുടെ, അതായത് അശ്വതിയുടെ അമ്മയാണ്. അവരെന്നെ കണ്ടതും വല്ലാണ്ടായി. കുറേ കാലത്തിന് ശേഷം ഞാനവരെ കാണുകയാണ്. കല്യാണത്തിൻ്റെ സമയത്തായി കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ അവരെ കാണുകയാണ്. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, എനിക്ക് അവനോടൊരു കാര്യം സംസാരിക്കേണ്ടത്. എന്നോട് മാറ്റി വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അന്ന് ആ ശുഭയാത്രയുടെ ലൊക്കേഷനിൽ കമലിനെ ഒരുപാട് വഴക്ക് പറഞ്ഞിരുന്നു ഇവരുടെ പ്രേമമായിട്ട് ബന്ധപ്പെട്ടിട്ട്. കമൽ അതിൻ്റെ അകത്ത് ഒരു രീതിയിലും കക്ഷിയല്ല. പക്ഷേ അന്നത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് അവരെ ചീത്ത പറയാൻ പറ്റാത്തതുകൊണ്ട് കമലിനെ കൂടി ചേർത്ത് പറഞ്ഞതാണ്. ഒന്നും തോന്നരുത്, എനിക്ക് കമലിനെ കാണുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലിരുന്നിട്ട് ആ ഒരു കുറ്റബോധമുണ്ട്, അതുകൊണ്ട് അത് മറന്നു കളയണമെന്ന് പറഞ്ഞു. ഞാൻ അശ്വതിയുടെ അമ്മയോട് പറഞ്ഞു, ഞാനത് അന്നേ മറന്നിട്ടുണ്ടായിരുന്നു. അതൊരു തമാശയായിട്ടല്ലേ നമ്മൾ കണക്കാക്കുന്നുള്ളൂ. ഏതമ്മയ്ക്കും ഉണ്ടാകുന്നൊരു ഫീലാണ്. കാരണം മോളെ ഒരു പ്രൊഫഷനായിട്ട് അഭിനയിക്കാനായിട്ട് വിട്ടിട്ട് അതിൻ്റെ ഇടയിൽ പ്രേമവും ചുറ്റിക്കറങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതമ്മയ്ക്കും ഒരു വിഷമമുണ്ടാകും. പക്ഷേ ഞങ്ങളന്ന് ചുറ്റിക്കറങ്ങാനോ അല്ലെങ്കിൽ ഇവർക്ക് കറങ്ങി അടിച്ച് നടക്കാനോ വേണ്ടിയിട്ടല്ല പോയിരുന്നത്, ഷൂട്ട് ചെയ്യാൻ തന്നെയാണ്. ഞങ്ങൾ സീരിയസ് ആയിട്ട് സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കഥാപാത്രങ്ങൾ തമ്മിലുള്ള പ്രണയം ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ അവർ റിയലായിട്ട് പ്രണയിക്കുന്നതൊന്നും ഉണ്ടായില്ല. അത് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ്. കഥാപാത്രങ്ങളുടെ പ്രണയം അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലേക്ക് വന്നതാണ്. അതെൻ്റെ ചലച്ചിത്ര ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പിൽക്കാലത്ത് ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള പ്രണയം, ബിജു മേനോനും സംയുക്ത വർമ്മയും തമ്മിലുള്ള പ്രണയം, ഇതൊക്കെ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സംഭവിച്ച പ്രണയങ്ങളാണ്. അതിൽ കഥാപാത്രങ്ങളും ആ സന്ദർഭങ്ങളും എൻ്റെ സിനിമകളിലൂടെ വന്നിട്ടുള്ള പ്രണയ കഥകളുടെ അംശങ്ങളൊക്കെ തന്നെ അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവുമായിരിക്കാം. പലരും പല ഇൻ്റർവ്യൂവിലും എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യം ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞു, നമ്മളായിട്ടൊന്നും അതിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടില്ല, അതൊക്കെ യാദൃശ്യമായിട്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം ഇവരൊക്കെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ജയറാമിൻ്റെ അടുത്തും അശ്വതിയുടെ അടുത്തും ഞാൻ പറഞ്ഞു. അമ്മയോടും പറഞ്ഞ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം പെരുവണ്ണാവൃത്തി വിശേഷങ്ങളും പ്രാദേശിക വാർത്തകൾ, പാവമ്പാൻ രാജകുമാരൻ, ശുഭയാത്ര, തൂവൽ സ്പർശം ഒക്കെ നമ്മൾ ഈ ജയറാമും അന്നത്തെ യങ്സ്റ്റേഴ്സായിട്ടുള്ള ആക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്ന സിനിമകളാണ്. വ്യത്യസ്തമായ കഥകളും ആ കഥകൾ ഓരോ കഥകൾ ഉണ്ടായി വരാനുള്ള കാരണങ്ങളും നമ്മൾ എന്തുകൊണ്ട് അത്തരം സിനിമകൾ ചെയ്യുന്നു. കാരണം ഞാൻ അതിനു മുമ്പ് മോഹൻലാലിനെ വെച്ചിട്ടാണ് കുറേ സിനിമകൾ ചെയ്തത്. പക്ഷേ അതിൽ നിന്ന് മാറിയിട്ട് ഈ അന്നത്തെ യങ്സ്റ്റേഴ്സിൻ്റെ സിനിമകൾ എന്നുള്ള രീതിയിലാണ് അന്ന് പോയിക്കൊണ്ടിരുന്നത്. പാവമ്പാൻ രാജകുമാരൻ ശ്രീനിവാസൻ എനിക്ക് വേണ്ടി ആദ്യമായിട്ട് തിരക്കഥ എഴുതിയ സിനിമയാണ്. ഇന്നത്തെ ഇപ്പോൾ നമ്മൾ ന്യൂജൻ സിനിമ എന്നൊക്കെ പറയുന്ന പോലത്തെ അന്നത്തെ ഒരു ന്യൂജൻ സിനിമ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്ന ഒരു സബ്ജക്റ്റും യങ്സ്റ്റേഴ്സായിട്ടുള്ള കുറേ കഥാപാത്രങ്ങളൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയാണ് പാവമ്പാൻ രാജകുമാരൻ. എൻ്റെ നാടായ കൊടുങ്ങല്ലൂരിൽ തന്നെ ഷൂട്ട് ചെയ്ത സിനിമയാണ്. അത് നന്നായിട്ട് വിജയിച്ച ഒരു സിനിമയാണ്. അതിനോട് തുടർന്ന് തന്നെയാണ് തൂവൽ സ്പർശവും ഷൂട്ട് ചെയ്യുന്നത്. തൂവൽ സ്പർശത്തിൽ 7 മാസം പ്രായമുള്ളൊരു കുട്ടിയാണ് അതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ആ കുട്ടി വെച്ച്, ഞാൻ നേരത്തെ കുട്ടികളെ വെച്ചിട്ട് കുറേ സിനിമകൾ ചെയ്ത കാര്യം പറഞ്ഞല്ലോ, അതിനേക്കാളും ചെറിയൊരു കൈക്കുഞ്ഞിനെ വെച്ചിട്ട് സിനിമ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ചാലഞ്ചായിരുന്നു. ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായ കുറേ രസകരമായ അനുഭവങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ മൂഡ് അനുസരിച്ചാണ് നമ്മൾ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. രാവിലെ കുട്ടി ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സീനുകളുണ്ടാവും, അതാണ് പ്ലാൻ ചെയ്യുക.
അപ്പോൾ കുട്ടി ഉറങ്ങുകയാണെങ്കിൽ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് ഉറക്കത്തിൽ ഉണർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുട്ടി വാശി പിടിച്ച് കാര്യം ചെറിയ കുട്ടിയല്ലേ. അത് മാത്രമല്ല സീൻ്റെ മൊത്തം മൂഡ് പോകും. അപ്പോൾ അതിന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും സ്ട്രിക്റ്റായിട്ട് ലൊക്കേഷനിൽ സൈലൻസാണ്. ഈ സൈലൻറ്റ് മൂവിയൊക്കെ കാണുന്ന മാതിരിയാണ്. എല്ലാവരും സ്ലോ മോഷനിലൊക്കെ നടന്ന് ഉറക്കമൊന്നും സാധനങ്ങൾ എടുത്ത് വെക്കില്ല. ലൈറ്റൊക്കെ എടുത്ത് വെക്കുന്നത് വളരെ സ്ലോ മോഷനിലാണ്. പതുക്കെ ആൾക്കാർ നടക്കണ സ്ലോ മോഷനിലാണ്. ഞാൻ ആക്ഷനൊന്നും പറയില്ല, കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുകയുള്ളൂ. ഡയലോഗ് തന്നെ പറയുന്നത് വിസ്പർ ചെയ്തിട്ടാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു ഷോട്ടിൽ ജയറാമും മുകേഷും സായികുമാറും എല്ലാം ഉണ്ട്, കുട്ടിയുണ്ട്. ഇവർ ഉറക്കം സംസാരിക്കുന്ന സീനാണ്. പടത്തിൽ ഉറക്കം സംസാരിക്കുന്ന സീനാണ്. പക്ഷേ ഉറക്കം സംസാരിച്ചുകൊണ്ട് എന്ന് കഴിഞ്ഞാൽ ഈ കട്ടിലേക്ക് കിടക്കുന്ന കുട്ടി ഉണരും. ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ സീൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഇവർ മൈമേ ചെയ്യുക, ഉറക്കം സംസാരിക്കുന്നത്. ഇവർ മൂന്നും മിമിക്രിയുടെയൊക്കെ പാരമ്പര്യം ഉള്ളതുകൊണ്ട് തന്നെ ജയറാമും മുകേഷും സായി 3 പേരും ഉറക്കെ സംസാരിക്കുന്നതായിട്ട് ആക്ഷൻ കാണിച്ചിട്ട് ശബ്ദം പുറത്തേക്ക് വരില്ല ആയിരുന്നു. അതൊക്കെ ഭയങ്കര ഒരു രസകരമായ ഒരു മൊമെൻ്റായിരുന്നു ഷൂട്ടിംഗ് സമയത്ത്. അങ്ങനെ അവർ ഉച്ചത്തിൽ സംസാരിക്കുന്നത് പിന്നീട് നമ്മൾ ഡബ് ചെയ്തപ്പോൾ ഉച്ചത്തിൽ തന്നെ സംസാരിച്ചു. പടത്തിൽ ഒരു ഉച്ചത്തിൽ സംസാരിക്കുക, പക്ഷേ ഷൂട്ടിംഗ് സമയത്ത് ഇതേപോലെ വിസ്പറിങ് മാതിരിയാണ് സംസാരിക്കുക. അപ്പോൾ അങ്ങനെ കുട്ടിയുടെ മൂഡ് അനുസരിച്ചാണ് നമ്മൾ ആ സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്തത്. ഈ കുട്ടി അന്ന് തൂവൽ സ്പർശം സമയത്ത് 7 മാസം പ്രായമുള്ള കുട്ടിയാണെങ്കിൽ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ കുട്ടിയെ കാണുന്നത് ഗ്രാമഫോൺ എന്ന് പറയുന്ന എൻ്റെ പടം ഫോർട്ട് കൊച്ചിയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടിയുടെ വീട് ഫോർട്ട് കൊച്ചിയിലാണ്. പിന്നീട് കുട്ടിയെ കണ്ടിട്ടുമില്ല. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ ഗ്രാമഫോൺ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ഷോട്ടിൻ്റെ ഇടയിൽ വന്നിട്ട് പറഞ്ഞ് എന്നെ സാറിന് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞു വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ടുപരിച്ചുകൊണ്ട് നമ്മൾ അപ്പം തൂവൽ സ്പർശത്തിൽ അഭിനയിച്ച കുട്ടിയുടെ അച്ഛനാണെന്ന് പറഞ്ഞു, ഫാദറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു മോളെ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ മോളിപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, അവളുടെ കല്യാണാലോചനയൊക്കെ നടക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു, ഇത്രയും വർഷം കഴിഞ്ഞു പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതായി. എനിക്ക് അവളൊന്ന് കാണണമെന്ന് പറഞ്ഞ് ഞാൻ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് സമയത്ത് ഇവളെയും കൊണ്ട് വന്ന്. അപ്പോൾ അവൾ ഡിഗ്രി ഫൈനൽ ഇയറോ അങ്ങോട്ട് പഠിക്കുകയാണ്. വലിയ കുട്ടിയായി, നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല, കാരണം എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള കുട്ടിയല്ലേ. ആ ലൊക്കേഷനിൽ ഒരു കൗതുകമായിരുന്നു, നമ്മളെല്ലാവരെയും പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ട്. പിന്നീട് ആ കുട്ടിയുടെ കല്യാണം എന്നെ വിളിച്ചോ, കല്യാണത്തിന് വരുന്നു. കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ആ കുട്ടിക്ക് 2 കുട്ടികളെ ടൈം തോന്നുന്നു, എനിക്ക് ഇപ്പോഴത്തെ സ്റ്റേജ് അറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ തലമുറകൾ കടന്നു പോകുന്നതൊക്കെ ഓരോ സിനിമയിലൂടെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെയാണ് എൻ്റെ സിനിമയിൽ മറ്റു ഒരുപാട് കാര്യങ്ങളിലുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരുപാട് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് എൻ്റെ സിനിമയിലൂടെ വന്നവർ സംവിധായകരായി നടന്മാരായി ഒക്കെ മാറിയിട്ടുണ്ടല്ലോ. അതിലേറ്റവും പ്രമുഖനായിട്ടുള്ള ഒരാളാണ് ദിലീപ്. എൻ്റെ കൂടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി വരുന്നത് പൂക്കാലം വരവായി എന്ന് പറയുന്ന പടം ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ പടത്തിലാണ് അക്കു അക്ബർ എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വരുന്നത്. അതിനു മുമ്പ് ലാൽ ജോസ് ഉണ്ട്. ലാൽ ജോസ് പ്രാദേശിക വാർത്തകൾ മുതലുണ്ട്. ഈ തൂവൽ സ്പർശത്തിൽ കുട്ടിയൊക്കെ എടുത്തുകൊണ്ട് കിടന്നതിലൊക്കെ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ള ലാൽ ജോസാണ് ആ കുട്ടീനെ എടുത്തുകൊണ്ട് കിടക്കുക ഫുൾ ടൈം. അപ്പോൾ അങ്ങനെ ലാൽ ജോസൊക്കെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് പൂക്കാലം വരവായി ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒരു ദിവസം ലൊക്കേഷനിലേക്ക് ദിലീപും അബിയും കൂടി വന്നു, ജയറാമിൻ്റെ. അപ്പോൾ ഇവർ ഈ മിമിക്രി ഹരിശ്രീയുടെയും കലാഭവൻ്റെയൊക്കെ മിമിക്രി ട്രൂപ്പിലുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ജയറാം എന്നെ പരിചയപ്പെടുത്തി. എന്നിട്ട് ജയറാം പറഞ്ഞ് ദിലീപിന്, ഗോപാലകൃഷ്ണൻ എന്നാണ് ദിലീപിനെ വിളിക്കുന്നത്, ദിലീപിനിങ്ങനെ സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ കമലിൻ്റെ കൂടെ ഒന്ന് നിർത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ പടം തുടങ്ങിക്കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഈ പടത്തിൽ ഇനി പറ്റില്ല, ഏതായാലും തീരാറായി പടം, അടുത്ത പടം മുതൽ നമുക്ക് നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പടത്തിൽ കാവ്യ മാധവൻ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്നുണ്ട്. ചില നിയോഗങ്ങളാണ് ഈ പറയുന്നത്. ദിലീപ് ആദ്യം എന്നെ കാണാൻ വേണ്ടി വരുന്ന ആ പടത്തിൽ കാവ്യ മാധവൻ ചൈൽഡ് ആർട്ടിസ്റ്റാണ്. കുറേ കുട്ടികളുണ്ട് അതിൽ. ബസ്സിൽ, ആ സിനിമ കണ്ടുള്ളവർക്ക് അറിയാം, സ്കൂൾ ബസ്സിൽ കുറേ കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരാൾ കാവ്യ മാധവനാണ്. കാവ്യ എന്ന് വളരെ ചെറിയ കുട്ടിയാണ്. കാവ്യൊക്കെ ഉണ്ട്. അങ്ങനെ ദിലീപ് വന്ന് അടുത്ത പടത്തിൽ ദിലീപിനെ അസിസ്റ്റൻ്റ് ആക്കാമെന്ന് പറഞ്ഞു. വിഷ്ണുലോകം എന്ന് പറഞ്ഞ പടമാണ് അടുത്ത പടം. അത് മലമ്പുഴയിലാണ് ഷൂട്ടിങ്. അപ്പോൾ ഞാൻ ദിലീപിനോട് നേരത്തെ വരാൻ പറഞ്ഞു. പക്ഷേ ദിലീപിന് ഈ മിമിക്രി ഉള്ളതുകൊണ്ട് ഇത് എനിക്കറിയില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് മിമിക്രിക്ക് പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഷൂട്ടിങ്ങിൻ്റെ തലേദിവസം വരാൻ പറഞ്ഞ് ഡേറ്റുമൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ ലൊക്കേഷനിലെത്തി, എല്ലാവരും എത്തി. പക്ഷേ ദിലീപ് വന്നില്ല. അന്ന് രാത്രിയും വന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ അത് വിട്ടു. അപ്പോൾ രാവിലെ ഞങ്ങൾ പാലക്കാടാണ് ലൊക്കേഷൻ. പാലക്കാട് നിന്ന് ഒരു 10-30-40 കിലോമീറ്റർ അപ്പുറത്ത് പുലാപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലൊക്കേഷൻ. രാവിലെ ഞങ്ങളവിടെ ഷൂട്ടിങ് തുടങ്ങി. അപ്പോൾ ദിലീപ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ദിലീപ് വരില്ലായിരിക്കും എന്നുള്ള രീതിയിൽ വിട്ടു. ഒരു ഉച്ചയായി കഴിഞ്ഞപ്പോൾ, ഒരു 10-12 മണിയായി കഴിഞ്ഞുകൊണ്ട് ദിലീപ് വെട്ടി വേർത്തൊരു ബാഗൊക്കെ ആയിട്ട് കയറി വരികയാണ്. അപ്പോൾ എന്നെ വന്നിട്ട് സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞ് ഇന്നലെ വരാനല്ലേ പറഞ്ഞത്, ഇപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിയില്ലേ, ഇപ്പോഴാണ് വരുന്നത്, സമയനിഷ്ഠ പാലിക്കണം. ആദ്യം വേണ്ടത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് പങ്ക്ച്വാലിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദിലീപിനെ വഴക്ക് പറഞ്ഞു. അല്ല സാറേ പെട്ടുപോയി, ഇന്നലെ എനിക്ക് കൊട്ടാരക്കരയിലായിരുന്നു മിമിക്രി,
മിമിക്രി കഴിഞ്ഞിട്ട് രാത്രി 12 മണിക്ക് അവിടെ നിന്ന് ബസ് കയറി പാലക്കാട് എത്തിക്കഴിഞ്ഞപ്പോൾ 9 മണിയായി. രാവിലെ 9 മണിക്കാണ് വന്നത്. ഞാൻ ഉറങ്ങിയിട്ടില്ല. അവിടെ നേരെ അപ്പോൾ അവിടെ ആരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ലൊക്കേഷൻ ഇത്ര ദൂരെയാണെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വേറൊരു ബസ്സൊക്കെ കയറി ഇവിടെ എത്തിയപ്പോൾ ഇത്രയും നേരമായെന്ന് പറഞ്ഞ് ആ കൂടി അവശനായിട്ട് ദിലീപ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പക്ഷേ എന്ന് വെച്ചാൽ നമ്മളപ്പോഴേക്കും അസിസ്റ്റൻ്റ് ഡയറക്ടർ അതിൻ്റെ അകത്ത് ഒരു സംഭവിച്ചതെന്ന് വെച്ചാൽ ദിലീപ് വരാണ്ടായി കഴിഞ്ഞപ്പോൾ തലേദിവസം വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ കഴിഞ്ഞ പടത്തിലുണ്ടായിരുന്ന ഒരു ഗോപിനാഥ് എന്ന് പറഞ്ഞിട്ട് സ്കൂൾ മാഷാണ് അദ്ദേഹം എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്നതാണ്. ഞാൻ ഗോപിനാഥിനോട് ആദ്യം പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട് ജയറാമൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ട് വരുന്നതാണ്, അതുകൊണ്ട് ഗോപി ഈ പടത്തിൽ വർക്ക് ചെയ്യേണ്ട, ഗോപിക്ക് എന്തായാലും സ്കൂളിൽ ജോലി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ തലേദിവസം ഇവൻ വരാണ്ടായി കഴിഞ്ഞപ്പോൾ ഗോപിനാഥ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ വന്നോളൂ, ദിലീപ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഗോപി മാഷ് രാവിലെ വന്ന് ജോയിൻ ചെയ്തു. അപ്പോഴാണ് ദിലീപിൻ്റെ ഈ വരവ്. അപ്പോൾ ഇനി അയാളെ പറഞ്ഞേക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അപ്പോൾ ആൾ കൂടുതലാവും. അപ്പോൾ ഞാൻ ദിലീപിൻ്റെ അടുത്ത് പറഞ്ഞു ദിലീപ് ഇനി അടുത്ത പടത്തിൽ നോക്കാം, എന്തായാലും ആൾ കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ദിലീപ് ഇങ്ങനെ കഷ്ടപ്പെട്ട് കൊട്ടാരക്കരയിൽ നിന്ന് മിമിക്രി കഴിഞ്ഞ് നേരെ ഉറങ്ങാണ്ട് വരുന്നു. എന്താ പറയുക, കുളിച്ചിട്ട് പോലും ഇല്ല, നേരെ നമ്മളെ അടുത്ത് വരികയാണ്. ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് അപ്പോൾ ഈ പുലാപ്പറ്റിലൊരു അമ്പലത്തിൻ്റെ മുകളിൽ ഷൂട്ടിങ് കുറേ സ്റ്റെപ്പ് ഉണ്ട് ഇങ്ങനെ, അതിൻ്റെ മുകളിലാണ് ഞങ്ങൾ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ദിലീപ് ബാഗായിട്ട് തിരിച്ച് നടക്കുമ്പോൾ എനിക്ക് അവിടെ നിന്ന് കാണാൻ ഇങ്ങനെ തിരിച്ചു പോകുന്ന ദിലീപിൻ്റെ ആ ഒരു വിഷ്വൽ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ എൻ്റെ അടുത്ത് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ കൺട്രോളർ നിൽക്കുന്നുണ്ട്, സുരേഷ് കുമാറാണ് അതിൻ്റെ പ്രൊഡ്യൂസർ, രേവതി കലാമന്ദിർ. അപ്പോൾ രാധാകൃഷ്ണൻ്റെ അടുത്ത് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞ് ഒരാളെയും കൂടി ഇങ്ങനെ അസിസ്റ്റൻ്റായിട്ട് വെക്കാൻ പറ്റുമെന്ന് സുരേഷ് കുമാറിനോട് ഒന്ന് ചോദിക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ സുരേഷ് അപ്പുറത്ത് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ സുരേഷ് അപ്പോൾ ഇത് കേട്ടിട്ട് വന്നിട്ട് പറഞ്ഞു അതിനെന്താണ് വിളിച്ചോളൂ, കുഴപ്പമില്ല, അയാൾ ഇങ്ങനെ വന്നതല്ലേ, അയാൾ തിരിച്ചയക്കൽ മോശമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ അങ്ങനെ അക്കു അക്ബറോട് നിൽക്കണ്ട, അക്കുവിനോട് പറഞ്ഞു അക്കു ദിലീപിനെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി നടന്നു പോയ ദിലീപിനെ അക്കു എന്നിട്ട് തിരിച്ച് വിളിച്ച് ആ സ്റ്റെപ്പ് കയറി വന്നാണ് ദിലീപ് സിനിമയിലേക്കുള്ള ദിലീപിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ചില നിമിത്തങ്ങൾ അങ്ങനെയാണ് നമുക്ക് എന്താ പറയുക, ദിലീപ് അന്ന് അങ്ങനെ വന്ന് തിരിച്ചു പോയിരുന്നെങ്കിൽ ദിലീപ് എന്തായാലും തിരിച്ചു വരും. ചിലപ്പോൾ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് തിരിച്ചു വരില്ലായിരിക്കും, ചിലപ്പോൾ നടനായിട്ട് തന്നെ ആയിരിക്കും തിരിച്ചു വരാം. പക്ഷേ ദിലീപ് അന്ന് വന്നത് ശരിക്കും പറഞ്ഞെങ്കിൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവണേക്കാളും അവൻ്റെ മനസ്സിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടനാകുക എന്നുള്ളതാണ്. പക്ഷേ എന്നോട് പുള്ളി പറയില്ലായിരുന്നു ദിലീപ്, കാരണം വെച്ചാൽ അഭിനയിക്കാനെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിനി കട്ട് ചെയ്യുമോ അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്നുള്ള ജോലി പോകുമെന്ന് വെച്ചിട്ട് എന്നോട് പറയില്ല. പക്ഷേ ഇവർ ലാൽ ജോസും അക്കു അക്ബറും ദിലീപും ഇവർ 3 പേരും ഭയങ്കര കമ്പനിയാണ്. മിക്കവാറും ഒരു റൂമിലാണ് ഇവർ താമസമൊക്കെ. ഇവർ തമ്മിൽ പരസ്പരം പറയും. അപ്പോൾ ഓരോ പടത്തിലും ദിലീപിന് എന്തെങ്കിലും റോള് കിട്ടുമെന്ന് ഇവരിങ്ങനെ പ്രതീക്ഷിക്കും. അപ്പോൾ വിഷ്ണുവും കഴിഞ്ഞു, പിന്നെ ഉള്ളടക്കം വന്നു, അങ്ങനെ ഓരോ പടങ്ങൾ എന്നോട് ഇഷ്ടം കൂടാം, അങ്ങനെയൊക്കെ പടങ്ങൾ വന്നു. അങ്ങനെ ഒരു പടം വരുമ്പോൾ അതിനിടയ്ക്ക് ഗസൽ വന്നു. അങ്ങനെയൊക്കെ ദിലീപ് എല്ലാ പടത്തിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും റോളുണ്ട്, ചെറിയ റോളുകൾ വരുമ്പോൾ ഇവർ ലാൽ ജോസും അക്കും പറയും ഈ റോള് നമുക്ക് സാറിനോട് പറഞ്ഞിട്ട് ദിലീപിനെ കൊണ്ട് ചെയ്യിക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയാനായിട്ട് വരും. ഇവർ എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഇവർ വന്ന് അപ്പോൾ കഥ ഡിസ്കഷനൊക്കെ സമയത്ത് ഞാൻ പലപ്പോഴും ലാലുവിനെയും അക്കുവിനെയും ദിലീപിനെയും തന്നെ വിളിക്കുക ഡിസ്കഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇവർ വന്നിട്ട് ഇത് പറയാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ പറയും ആ ക്യാരക്ടർ എങ്ങനെയുണ്ടല്ലോ ആ ക്യാരക്ടർ നമുക്ക് ഇടവേള ബാബുവിന് കൊടുക്കാം എന്ന് പറയും. അങ്ങനെ 2 പടത്തിനോ 3 പടത്തിനേറ്റ ദിലീപ് മനസ്സിലാഗ്രഹിച്ച റോള്, ലാലും ദിലീപിന് വേണ്ടി പറഞ്ഞു വെച്ച റോള് അവിടെ എൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും അത് ഇടവേള ബാബുവിനാവും റോള്. അന്ന് ദിലീപിൻ്റെ ഏറ്റവും വലിയ ശത്രു ഇടവേള ബാബു വരുന്നത്, എന്നെ ജീവനാണ് എൻ്റെ റോള് കളയണം എന്നുള്ള രീതിയിൽ പിൽക്കാലത്ത് ദിലീപ് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദിലീപിൻ്റെ റോളുകൾ പലതും പോയി. അങ്ങനെ എന്നോട് ഇഷ്ടം കൂടാവുന്ന സമയത്താണ് ദിലീപ് അഭിനയിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ ആദ്യമേ തന്നെ ദിലീപും ലാലും ഒക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് സാർ ഇവന് എന്തായാലും ഒരു റോള് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അല്ല സാറിനോട് പറയാൻ പേടിച്ചിട്ടാണെന്ന് പറഞ്ഞു. നമ്മൾ എന്തിനാ പേടിക്കണം, അല്ല വേറെ അപ്പോഴേക്കും ഇടവേള ബാബു ആ റോൾ അഭിനയിക്കുമല്ലോ, ഇതിൽ ഇടവേള ബാബുവിന് ഇടരുത്, ദയവ് ചെയ്ത് ഇടരുത്, ആ റോള് ദിലീപിന് തരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നോട് ഇഷ്ടം കൂടാൻ വേണ്ടിയാണ് ദിലീപ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. കോളേജിൽ കൂട്ടുകാരുടെ കൂട്ടത്തിലാണ്, പക്ഷേ കുറച്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ദിലീപ് സിനിമയിൽ അഭിനയം തുടങ്ങുന്നത്. പിന്നീടും എൻ്റെ കൂടെ കുറേ പടങ്ങൾ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ദിലീപ് മഴയത്തുമ്പ് വരെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഓരോ സിനിമകൾ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞു വരുന്നതാണ്. അപ്പോൾ അന്നത്തെ ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും നല്ല ഒരു എൻ്റെ ചലച്ചിത്ര ജീവിതം ഞാൻ നോക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഓരോ കാലഘട്ടത്തിലും ഓരോ ടീം അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ADമാരാണ്, അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സാണ്. അതൊരു മിക്കവാറും അവരൊക്കെ ഒരു ഗ്രൂപ്പായിരിക്കും. ഇവരങ്ങനെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യും. പിന്നീട് അവർ അവരുടേതായ മേഖലയിൽ വലിയ നിലയിൽ എത്തുകയൊക്കെ ചെയ്തു. നമുക്ക് എല്ലാവരുടെ കാര്യങ്ങളും അറിയാം. അപ്പോൾ ലാൽ ജോസ് ആയാലും ശരി, അക്കു അക്ബർ ആയാലും ശരി, ഇപ്പോൾ ദിലീപ്, അവർ 3 പേരും ഒരു ടീമായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് സൂര്യൻ, സലീം പടിയത്ത്, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ബാച്ചായിട്ട് ഇങ്ങനെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ തന്നെ സിനിമയിൽ പിന്നീട് സജീവമായി എന്നുള്ളതാണ് ചലച്ചിത്ര ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന്
പല രീതിയിൽ നമ്മൾ എന്താ പറയുക ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ നമ്മുടേതായ രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എന്നെ സന്തോഷപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ തന്നെ പിന്നീട് മലയാള സിനിമയുടെ ഭാഗമായിട്ട് അവർ മലയാള സിനിമയുടെ എന്താ പറയുക ഓരോ ഘട്ടങ്ങളിലും അവരുടേതായ വലിയ കോൺട്രിബ്യൂഷൻ നൽകി ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. എൻ്റെ സുഹൃത്തുക്കളിൽ സിനിമാ സുഹൃത്തുക്കളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു റസാഖ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. ചില പ്രിയപ്പെട്ടവർ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടങ്ങൾ വളരെ വളരെ വലുതാണ്. എന്നെ സംബന്ധിച്ചോളം അങ്ങനെ കുറേ പേരുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരാളാണ് റസാഖ്. ഞാനും റസാഖ് കൂടി പിന്നെ പെരുമഴക്കാലം അങ്ങനെ കുറേ സിനിമകൾ ചെയ്തു. ഞാൻ പൂക്കാലം വരവായി എന്ന് പറഞ്ഞ സിനിമയുടെ വർക്കുകളൊക്കെ നടക്കുന്ന സമയത്ത് പെട്ടെന്നൊരു രാത്രി മോഹൻലാൽ, ഞാനന്ന് മദ്രാസിൽ ന്യൂഡ്ലാൻഡ്സ് ഹോട്ടലിൽ താമസിക്കുക, ലാലിൻ്റെ ഫോൺ വരെ രാത്രി 1 മണി നേരത്ത്, കമൽ ഞാൻ ഇന്ന ഒരു റൂമിൽ ഒരു കോട്ടേജിലുണ്ട്, എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് കാണണം, പ്രിയനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എന്താ, ഞാൻ വരാം, ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉറങ്ങുമായിരുന്നു. എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ഞാനവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഞാൻ കോളിംഗ് ബെൽ അടിച്ചു, വന്ന് വാതിൽ തുറക്കുന്നത് സുരേഷ് കുമാറാണ്. റൂമിൻ്റെ അകത്ത് പ്രിയദർശനും മോഹൻലാൽ, നടൻ മുരളി, റസാഖ് എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട്. നോക്കുമ്പോൾ എന്തോ ഒരു യുദ്ധം കഴിഞ്ഞൊരവസ്ഥയിലാണ്. ഈ പ്രിയൻ്റെ ഷർട്ടൊക്കെ ബട്ടനൊക്കെ പൊട്ടും എന്താ ചെയ്തിട്ടുണ്ട്. ലാലിങ്ങനെ ഷർട്ടൊക്കെ ഊരിയിട്ട് ബെഡിലിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ഞാനും പ്രിയനും കൂടി ഒരു അടി നടന്നാണെന്ന് പറഞ്ഞു. ഇവിടെ അവർ സുഹൃത്തുക്കളാണല്ലോ, അവർ തമ്മിൽ എന്തോ വേളുണ്ടായി സംസാരിച്ചു. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല, പ്രിയനും സുരേഷ് കുമാറും മോഹൻലാലും കൂടി ഒരു പടം 2 മാസം കഴിഞ്ഞിട്ട് തുടങ്ങാനിരുന്നതാണ്. അത് പെട്ടെന്ന് എന്തോ മാറി, പ്രിയൻ വേറെ ഏതോ ഒരു പ്രോജക്റ്റിലേക്ക്, അതോ ആദ്യത്തെ ഹിന്ദി പടം അങ്ങനെ എന്തോ ഒരു പ്രോജക്റ്റിലേക്ക് പോയി. അതുകൊണ്ട് സുരേഷ് കുമാറിന് പടം ചെയ്യുന്നില്ല. ഇവർ അത്രയും നല്ല സുഹൃത്തുക്കളായിരുന്നിട്ട് എനിക്ക് വേണ്ടി മാത്രം പടം ചെയ്തു തരുന്നില്ല എന്നും പറഞ്ഞിട്ട് മോഹൻലാലിനെയും പ്രിയനെയും ചീത്ത വിളിച്ച് അങ്ങനെ ഉണ്ടായ ഒരു കയോസിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് മോഹൻലാൽ പറഞ്ഞ്, അപ്പോൾ ആരോ പറഞ്ഞ് ഞാൻ അവിടെ താമസിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു കമൽ ഞാൻ പറഞ്ഞാൽ പടം ചെയ്യും, കമൽ മതിയെന്ന് ചോദിച്ചു. അപ്പോൾ സുരേഷ് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ രാത്രി വിളിച്ച് രാത്രി 1 മണിക്ക്, ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ തുടർച്ച തന്നെയാണ്. ഇപ്പം എഴുന്നേൽപ്പോഴും ഉണ്ണികളെയൊക്കെ ഉണ്ടായ പോലെ തന്നെ അത് തന്നെയാണ് ഓർക്കാപ്പുറത്തിനും സംഭവിച്ചത് കേട്ടോ. കാരണം ഉണ്ണികളൊരു കഥ പറയാൻ കഴിഞ്ഞിട്ട് ഇതേപോലെ മോഹൻലാൽ വിളിച്ചിട്ട് അടുത്ത പടം ചെയ്യാൻ പറഞ്ഞിട്ട് മോഹൻലാൽ പ്രൊഡ്യൂസ് ചെയ്ത പടം തന്നെയാണ് ഓർക്കാപ്പുറത്ത്. ഇപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. പെട്ടെന്ന് രാത്രി എന്നെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ രാത്രി 1 മണിക്ക് സുരേഷ് കുമാറും ഞാനും കൂടി ചേർന്ന് കൈ കൊടുക്കുകയാണ്, മനസ്സിലായി, ഞങ്ങൾ പടം ചെയ്യുന്നു പറഞ്ഞിട്ട്. മോഹൻലാൽ അഭിനയിക്കുന്ന പടം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തീരുമാനിക്കും. പ്രിയം പറയുന്നത് കമൽ എന്നെ രക്ഷിച്ചു, അല്ലെങ്കിൽ ഞാനിപ്പോൾ പെട്ടുപോയാൽ എൻ്റെ മറ്റേ പടം പോകും ഞാനിവർക്ക്. അപ്പോൾ സുരേഷ് കുമാറിന് വേണ്ടി പടം ചെയ്യാൻ വിരോധം ഉണ്ടായിട്ടല്ല പ്രിയനത് പറഞ്ഞത്. പക്ഷേ പെട്ടെന്ന് പ്രോജക്റ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് അന്നത്തെ ആ ഒരു സൗഹൃദത്തിൻ്റെ ഇടയിൽ സിനിമ പ്രോജക്റ്റുകൾ ഉണ്ടായി വരുന്നു. അങ്ങനെയാണ്. അപ്പോൾ കഥയില്ല. അപ്പോൾ റസാഖ് വേറെ ഏതോ ഒരു കഥ പറയാൻ വേണ്ടി സുരേഷ് കുമാറിൻ്റെ അടുത്ത് അന്ന് വന്ന ആളാണ്. മുരളി അവിടെ താമസിക്കുന്നതുകൊണ്ട് ഇവർ തമ്മിൽ കമ്പനി കൂടാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ റസാഖ് പറഞ്ഞു എൻ്റെ ഒരു കഥയുണ്ട്, കമലിനത് ഓക്കെ ആണെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞ് പിറ്റേന്ന് കാലത്ത് ഞങ്ങൾ ഇരുന്നപ്പോൾ ഉണ്ടായ കഥയാണ് വിഷ്ണുലോകത്തിൻ്റെ.